ഇതെന്താ സാർ ഇത്ര അലമാരയൊക്കെ ഇവിടെ? അലമാര ഇത് നേരത്തെ ഒരു അലമാര ഷോപ്പായിരുന്നു. ഇവിടുത്തെ മേശരി ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെൽഡിങ് മെഷീനിൽ അതില്ലേ ഷോക്ക് അതടിച്ച് മരിച്ചുപോയി. പക്ഷെ ഇതൊന്നും തുറക്കാൻ പറ്റൂല, കാരണം പൂട്ട് പണിയണതിന് മുമ്പ് അങ്ങനെ ചത്തുപോയി. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസത്തിന് ഇരിക്കട്ടെ, എനിക്കൊരു കൂട്ടായിട്ട് നമുക്ക് കുത്തി തുറക്കാം സമയം പോലെ. പിന്നെ ലച്ചുവിന് എന്തൊക്കെ പണി അറിയാം? സാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയത്തില്ല. പിന്നെ മാങ്ങ പറിക്കാനാ ഇങ്ങോട്ട് വന്നു. അല്ല, ഞാൻ പറയണമെന്ന് സാർ ഒന്ന് കേൾക്കാവോ? പറ, സമയമില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ്. സാർ, ഞാൻ നന്നായി ജോലി ചെയ്യും. എനിക്ക് എന്തൊരു ജോലി വന്നാലും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി ചെയ്യും. എന്നാ ഇവിടെ ഒരു പശുവുണ്ട്, അതിന്റെ ചാണകം വരാൻ പറ്റുമോ? കിണർ ഒഴിക്കാൻ പറ്റുമോ? കാറിന്റെ പണി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്ത പല പണികളും ഉണ്ട്. അപ്പൊ എല്ലാം കോൺഫിഡൻസോട് ചെയ്യാം എന്ന് പറയരുത്. അതല്ല സാർ, ഞാൻ എന്തൊരു ജോലിയും കൃത്യമായി ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് ആ കാർ വാഷിംഗ് കമ്പനിയിലെ പണി കളഞ്ഞിട്ട് പോയത്? ഞാൻ അങ്ങനെ കളഞ്ഞല്ല, ഭയങ്കര കുറവായിരുന്നു ശമ്പളം. ഓഹോ, അപ്പൊ ശമ്പളം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. അങ്ങനെയല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ അറിയണമല്ലോ പുതിയ കമ്പനിയിലെ എങ്ങനെയുള്ള ആളാണെന്ന് അറിയണം, അതുകൊണ്ട് ചോദിച്ചത്. നമുക്ക് കഴിഞ്ഞ ബാറ്ററി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒരു 15,000 രൂപ തരാം, നിൽക്കാൻ പറ്റുമോ?